നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ്. 4-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ചാരവശാൽ 5-ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാധീനം പൂർണ്ണമാണ്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിപുണായോഗം ചെയ്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും ഘണ്ണകാരകനായിരിക്കുന്ന കേതു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭാഗ്യക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് കാരണം കൊണ്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള പ്രതിസന്ധികൾ അനുഭവപ്പെട്ടേക്കാം. പഞ്ചമഹാവൃക്ഷത്തിലെ രുചകായോഗം ചെയ്ത് 4-ാം ഭാവത്തിൽ ലാഭാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ടുള്ള മാനസികാവസ്ഥയുണ്ടാകും. വളരെ ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട്. വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കാനും ചെലവ് കുറയ്ക്കാനും സാധിക്കുന്ന ഒരു മാസമാണ്. ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടുകൂടി നടപ്പാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 7.5 ശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത 7.5 ശനിയുടെ ദോഷം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ മുത്തപ്പൻകാവിൽ അദാശക്തി വഴിപാട്, ഗണപതി ഹോമം, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന തടസ്സങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ തുടങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. എന്നാൽ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. കാരണം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ രുചകായോഗപ്രദനാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലിന് മുട്ടിന് മുകളിലേക്ക് അരവരെയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാലുവേദന പോലെയുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്നത് കൊണ്ട് ഉള്ള മറ്റുള്ളവരുടെ മാനസികമായിട്ടുള്ള വിഷമം, അതായത് നമ്മൾ മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതി നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും തള്ളിക്കളയാതിരിക്കുക, ആരെയും അവഗണിക്കാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5-ാം ഭാവാധിപതി നിൽക്കുന്നത് ശത്രുസ്ഥാനത്താണ്. അവിടെ യോഗകാരകത്വം വഹിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പൂർവജന്മ ദുരിതം എന്ന് പറയുന്നൊരവസ്ഥ തൊഴിലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം തൊഴിൽ മേഖലയിൽ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, സഹപ്രവർത്തകരുമായിട്ട് അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. സംസാരം കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാനായിട്ട് ഉള്ള വാദഗതികളും ആ രീതിയിലുള്ള സംസാരങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിലും സംസാരം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാം. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർക്കൊക്കെ സംസാരം കൊണ്ട് അതിൽ കിടന്ന സംസാരം എന്ന് പറയുന്ന രീതിയിൽ മനോവിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണം. അതിനോടൊപ്പം തന്നെ നല്ല പരിഹാരങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ വേണം യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷമില്ല. എന്നാൽ ശനി അലസപ്രേഷൻ നിര്യാണകാരകനായത് കാരണം കൊണ്ട് തന്നെ വളരെ ഒരു നല്ല ഗുണം എന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ അത് കാരണം നന്നായിട്ട് ശ്രദ്ധിക്കുക. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.